ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പുറത്ത് വരെ ഒന്ന് പോകണം. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കറിയും ചോറും എല്ലാം റെഡിയാക്കിയതിന് ശേഷം കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇരുന്നത് വെച്ച് ഒരു അവിയലാണോ അവിയലുമല്ല, അവിയലാണെങ്കിൽ എന്ത് വേണേലും പറയാം. അപ്പോൾ പിന്നെ ഒരു തട്ടിക്കൂട്ട് അവിയലങ്ങ് സെറ്റ് ചെയ്തു ഞാൻ. അതായത് എല്ലാവിധ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചൊരു തട്ടിക്കൂട്ട് അവിയൽ. പിന്നെ എന്താ, ബീഫ് കറി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള കറികളെല്ലാം സെറ്റാക്കിയതിന് ശേഷം നല്ലൊരു ഓംലേറ്റും പൊരിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരുങ്ങണം, കിച്ചണെല്ലാം ക്ലീൻ ചെയ്യണം, എന്നിട്ട് നമുക്ക് പോവാമല്ലോ. പോയി പിന്നെ സമാധാനമായിട്ട് വന്നാൽ മതിയല്ലോ. അപ്പം എൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് അപ്പം ഞങ്ങൾക്ക് പുറത്ത് വരെ ഒന്ന് പോകണം. ചെറിയ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഞാനും പിള്ളേരും കൂടിയാണ് പോകുന്നത്. അപ്പം ഹോസ്പിറ്റലിലും പോകേണ്ട ഒരു കേസുണ്ട് അവിടെ ചെന്നിട്ട്. അപ്പം ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി നമ്മൾ പോവുകയാണ്. അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് ഒരു എന്നാ പറയുക 13 രൂപ പോയിൻ്റാണ്. അത്രയും ദൂരമേ ഉള്ളൂ കേട്ടോ. ബസ്സിന് കയറിയാൽ ടിക്കറ്റിന് ഒരാൾക്ക് 13 രൂപ. അപ്പം അധിക ദൂരമൊന്നുമില്ല. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ മെയിൻ പരിപാടി ബേക്കറിയിൽ കയറുക. പിള്ളേർക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞ് അവർക്ക് ഷേക്ക് വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു ഫ്രൂട്ട് സലാഡും കഴിച്ചു. അപ്പം ഇത്രയും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് ബസ്സിൻ്റെ സമയം നോക്കി അവിടുന്ന് അന്നേരം തന്നെ തിരിച്ച് പോരും. വീട്ടിൽ വന്നു കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടികളെല്ലാം കിടക്കുകയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് ബീഫൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് അങ്ങ് കറി വെച്ചു. കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി പന്നിയാട്ടോ, അത് കറി വെച്ചു. ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി കറി വെച്ചു. അങ്ങനെ സെറ്റാക്കി കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കുഞ്ഞുവാവയുടെ ചേട്ടൻ കുഞ്ഞുവാവയാണ് ആ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ നമുക്ക് 2-3 ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി കേട്ടോ. പെട്ടെന്ന് വന്ന 2-3 ഗസ്റ്റുകളായിരുന്നു. അവർ അധികം നേരം നിന്നൊന്നുമില്ല കേട്ടോ. അവർ വല്യമ്മയെ കാണാൻ വന്നതായിരുന്നു. അവർ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.